നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും, അത് ഉറപ്പായ കാര്യമാണ്. നമ്മൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ആലമ്പാടിയിൽ അതായിരുന്നു സംസാരിച്ചത്, ഖബറായിരുന്നു വിഷയം. മണ്ണറയിലെ മഹാ അത്ഭുതം അതായിരുന്നു അവിടുത്തെ വിഷയം. ആ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. ഞാൻ പിന്നെ അവിടെ പറഞ്ഞു ബാക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് പറയാം, എല്ലാവരും അങ്ങോട്ടേക്ക് പോരെ, അവിടെ വാളുണ്ടെങ്കിൽ വരണ്ട എന്നുകൂടെ ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ പ്രസംഗിക്കുന്നിടത്തേക്ക് എല്ലാവരും വിളിക്കുന്നത് ശരിയല്ലല്ലോ, അവിടെയും വാൾ നടക്കല്ലേ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മരിക്കും. മരിച്ചാൽ നമ്മളെ കൊണ്ടുപോയി എല്ലാവരും താമസിപ്പിക്കുന്ന ഒരു താവളം, ഒരു സങ്കേതം എന്ന് പറയുന്നത് അത് ഖബറാണ്. അത് ഖബറാണ്. അതുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സംഭവങ്ങളും ഖബറിന്റെ ശിക്ഷകളും ഖബറിന്റെ നന്മകളും രക്ഷകളും എല്ലാം നമുക്ക് ഓതി പഠിപ്പിച്ചു തന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നു. പക്ഷെ നമ്മളെല്ലാവരും കേൾക്കുന്നവരാണ്, എത്രയോ മയ്യത്തുകൾ അടക്കുന്നവരാണ്. നമുക്ക് ആ ഖബറിൽ പോയി കിടക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത എന്റെയും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നത് ഒന്ന് നെഞ്ചിൽ കൈവച്ച് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഓരോ ദിവസവും നമ്മൾ ആ ഖബറിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക, ഒന്ന് ഓർക്കുക. അതിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്, കിടക്കേണ്ടവരാണ്, ഒറ്റപ്പെട്ട് കിടക്കേണ്ടവരാണ്. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ കണ്ടതാണ്, പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയിലെ 4 വർഷം മുമ്പ് മരണപ്പെട്ട ഖബർ പൊളിക്കുകയുണ്ടായി. കുറെ ഖബറുകളൊക്കെ പൊളിച്ചു. 4 വർഷം മുമ്പ് പൊളിച്ച ഏകദേശം 100, 200, 300 ഖബറെന്തോ പൊളിച്ചു. അതിൽ 140 ഖബറിൽ ഒരു പോറൽ പോലുമില്ല, ഒരു ന്യൂനത പോലുമില്ല, ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല. അതേപോലെ ഇന്ന് അടക്കം ചെയ്തതുപോലെ ആ ഖബറാളികളെ നമുക്ക് വളരെ വ്യക്തമായി ദൃഷ്ടാന്തമാണ്, വളരെ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. അതേപോലെ തന്നെ 4 വർഷം പഴക്കമുള്ള ഖബറുകൾ അറബികൾ തന്നെ, സൗദി പണ്ഡിതന്മാര് തന്നെ എഴുതണമെങ്കിൽ ആലോചിച്ച് നോക്കണം. അപ്പോൾ സൗദി പണ്ഡിതന്മാര് തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ഖബറുകളിൽ അള്ളാഹു സുരക്ഷ ഏർപ്പെടുത്തും എന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് നമുക്ക് നേരിൽ അള്ളാഹു കാണിച്ചു തന്നിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് മനസ്സിലാകാത്ത നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ആലമ്പാടിയിൽ സൂചിപ്പിക്കുകയുണ്ടായി ഖബർ സ്പർശിക്കാത്ത മയ്യത്തുകളെ കുറിച്ചൊക്കെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഒരു ഇടത്താവളമാണ് ആഖിറവും ദുനിയാവിന്റെയും ഒരു ഇടത്താവളമാണ് ബർസഖിയായ ജീവിതം, ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ആ ജീവിതം. ആലമുൽ അർഹാം, ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ അർഹാമിലേക്ക് വന്നു. അതുമ്മാന്റെ ഗർഭപാത്രമാണ്. ആലമുൽ അർഹാമിൽ നിന്ന് ആലമുൽ മുഷാഹദ എന്ന് പറയുന്ന ദുനിയാവിലേക്ക് വന്നു. നമ്മളിപ്പോൾ ആലമുൽ മുഷാഹദയിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇനി 2 നാട് കൂടെ ഉണ്ട്. അതിൽ ഒരു നാടാണ് ആലമുൽ ബർസഖ്, ഖബറിന്റെ ജീവിതം. ഹത്താ ഇദാ ജാഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹാ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖ് ومن ورائهم برزخ إلى يوم يبعثون. الله سبحانه وتعالى ഖുർആനിൽ പറഞ്ഞ വാക്കാണ് ബർസഖിയായ ജീവിതം. ബർസഖിലേക്ക് ومن ورائهم برزخ إلى يوم يبعثون. ഒരാൾക്ക് മരണം ആസന്നമാകുന്ന സമയത്ത്, ആ സന്ദർഭത്തിൽ ആ മാലാഖമാരുടെ മലക്കുൽ മൗത്തിന്റെ രൂപം കാണുമ്പോ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവൻ വിലപിക്കുമത്രേ, അവൻ പൊട്ടിത്തെറിക്കുമത്രേ. അല്ലാഹുവേ, എന്റെ ഭൂതകാല ജീവിതം മുഴുവനും ഞാൻ നശിപ്പിച്ചു കളഞ്ഞു നാഥാ. അല്ലാഹുവേ, ഒരല്പസമയം നീ എനിക്ക് നൽകി എന്നെ നീ സഹായിക്കുമോ നാഥാ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു.
എന്റെ 50 വർഷ കാലയളവിൽ, 40 വർഷ കാലയളവിൽ, 18 വർഷ കാലയളവിൽ ഞാൻ നശിപ്പിച്ചു കളഞ്ഞ, തകർത്ത് കളഞ്ഞ എന്റെ യൗവനം, എന്റെ ജീവിതത്തിന്റെ എല്ലാ ഓജസ്സുകളും തേജസ്സുകളും അല്ലാഹ് എനിക്ക് നീ മടക്കി തന്നാൽ ഇനിമേലിൽ ഞാൻ തിന്മ ചെയ്യില്ല നാഥാ, കളവ് പറയില്ല നാഥാ, ഞാൻ അഹങ്കരിക്കുകയില്ല അല്ലാഹ്, ഞാൻ മോഷ്ടിക്കുകയില്ല അല്ലാഹ്, ഞാൻ കലാപത്തിന് കൂട്ടുനിൽക്കില്ല പടച്ചവനെ, ആരെയും അസഭ്യവർഷം കൊണ്ട് ഞാൻ സ്വീകരിക്കില്ല അല്ലാഹ്, ഞാൻ ആരെയും തെറി പറയുകയോ പരിഹസിക്കുകയോ ചെയ്യുകയില്ല റബ്ബേ. ലഅല്ലി അഅമലു സാലിഹാ ഫീമാ തറക്തു. ഒരൽപ്പ സമയത്തിന് വേണ്ടി മനുഷ്യൻ ഖേദിക്കുകയാണ്, കേണപേക്ഷിക്കുകയാണ്, യാചിക്കുകയാ. ആ യാചന കേട്ടിട്ട് അല്ലാഹുവിന്റെ മറുപടി എന്താണ്? കല്ലാ, സാധ്യമല്ല, സമയമെല്ലാം കഴിഞ്ഞു, ഇനി നിനക്കുള്ള സമയം എവിടെയാണ്? وَمِنْ وَرَائِهِمْ بَرْزَخٌ إِلَى يَوْمِ يُبْعَثُونَ. ഇനി ഖിയാമത്ത് നാൾ വരെ, നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ നീ പോയി കിടക്കേണ്ട സ്ഥലം ബർസഖാണ്, ആലമുൽ ബർസഖ്, ഖബറിലാണ്. അവിടെയാണ് ഇനി നീ നിലവിളിച്ചിട്ട് കാര്യമില്ല, ഇനി നിലവിളിച്ചിട്ട് കാര്യമില്ല, നിന്റെ സമയം കഴിഞ്ഞു, നിന്റെ കൗണ്ടർ ക്ലോസ് ചെയ്തു, ഇനി അത് തുറക്കുകയില്ല. ഇനി നിനക്കുള്ള സ്ഥലം, സമയം, സങ്കേതം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ബർസഖിയായ ജീവിതമാണ്, ഖബറിന്റെ ജീവിതത്തിലാണ്. അതാണ് മണ്ണറ മണ്ണറ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട പേര് ബർസഖ് എന്ന ജീവിതമാണ്. അവന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെടുമ്പോ അവന്റെ റൂഹിനെ മടക്കുകയാ. അവന്റെ റൂഹിനെ മടക്കപ്പെടുമ്പോൾ അവനെല്ലാം കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. അല്ലാഹുവേ, ഇന്നലെ ഞാൻ ഏതൊരു കാലത്തിലും, ഏതൊരു ജീവിതത്തിലും, ഏതൊരു കോലത്തിലുമായിരുന്നോ നാഥാ, ഇന്ന് ഞാൻ ഒറ്റപ്പെട്ട ജീവിതത്തിലാണ്, മണ്ണറയിലാണല്ലാ. ആരും എനിക്ക് തുണയില്ല റബ്ബേ, ആരും എനിക്ക് തണലില്ല റബ്ബേ, ആരും എന്നെ സഹായിക്കാനില്ല റബ്ബേ. ഈ ഖബറിന്റെ ജീവിതത്തിൽ, ഈ മണ്ണറയിൽ, ഈ മണ്ണും ഞാനും മാത്രമാണ് അല്ലാഹ്. അവിടെയാണ് നമുക്ക് രക്ഷ വേണ്ടത്, അവിടെയാണ് നമുക്ക് സഹായം വേണ്ടത്, അവിടെയാണ് നമ്മൾ എല്ലാവരും ഇനി താമസിക്കാൻ പോകുന്നത്. ഖിയാമത്ത് നാൾ വരെ ആ മണ്ണറയിലാണ് നമ്മൾ താമസിക്കേണ്ടത്. ആ മണ്ണറയിൽ കിടന്നേ പറ്റൂ, ഒരു രക്ഷയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുവെക്കുമ്പോൾ നമ്മുടെ റൂഹിനെ മടക്കുമെന്നാണ്. തുആദു റൂഹുഹു. റൂഹിനെ പിടിച്ച് രണ്ട് സ്ഥലത്താ കൊണ്ടുപോകുന്ന, ഒന്ന് ഇല്ലിയൂൻ, ഒന്ന് സിജ്ജീൻ. ഒന്ന് ഇല്ലിയൂൻ, ഒന്ന് സിജ്ജീൻ, രണ്ട് സ്ഥലമാണ്. അല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق. ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയത്ത് അവന്റെ റൂഹിതാ പിടയ്ക്കുകയാണ്, റൂഹിനെ പിടിക്കപ്പെടാൻ പോവുകയാണ്. നേരിട്ട് മലക്കുൽ മൗത്തിനെയും പരിവാരങ്ങളെയും അവൻ കാണുകയാണ്. ആ സമയത്ത് അവൻ പിടച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, ഞാനിപ്പോൾ മരണപ്പെടുക തന്നെ ചെയ്യും, ഞാനിപ്പോൾ നശിക്കുക തന്നെ ചെയ്യും. വظن أنه الفراق. അവൻ തന്നെ പറയാണ്, എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോ പെട്ടെന്ന് പറയും, ഞാൻ ഇപ്പം മരിക്കും, ഞാൻ ഇപ്പം മരിക്കും അല്ലാ, ഞാൻ ഇപ്പം മരിക്കും അല്ലാ. വലന്ന, അവൻ അങ്ങനെ തന്നെ അവൻ തീരുമാനിച്ചു. അന്നഹുൽ ഫിറാഖ്. കൈയും കാലും ഒക്കെ കൂട്ടി ഇളക്കുകയാണ്, ആ മരണവെപ്രാളം. യാചിക്കാൻ അല്ലാഹുവോട് അല്പസമയം കൂടെ തരുവോ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഔലാ ലക ഫൗലാ സുമ്മ ഔലാ ലക ഫൗലാ. നിനക്ക് ഏറ്റവും അർഹപ്പെട്ട ശിക്ഷ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിനക്ക് ഏറ്റവും അർഹതപ്പെട്ട തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷയില്ല, ഇനി രക്ഷയില്ല. നിന്നെ ഇനി ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേകമായ ഒരു ഭവനത്തിലേക്കാണ്. ആ വീടിന്റെ പേരാണ് മണ്ണറ.
ആ മണ്ണറയെ നോക്കിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും കരയുകയും ഓർക്കുകയും അതിൽ നിന്ന് കാവൽ തേടുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഓർമ്മയില്ല, അതിനെക്കുറിച്ച് ചിന്തയില്ല. എത്ര ഖബറിനെ കുറിച്ച് കേട്ടാലും, എത്ര ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് കേട്ടാലും നമുക്ക് യാതൊരു ഭയവുമില്ല, കൂസലുമില്ല. നമ്മുടെ അഹങ്കാരത്തിനും നമ്മുടെ തമ്മാടിത്തരത്തിനും യാതൊരു കുറവുമില്ല. ആർക്കവിടെ പേടി? ഒരു കുറവില്ല, ആർക്കും ഒരു പേടിയില്ല. ഡിലേയോട് ഇട്ടുകൂടെ അനിവ. അപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ഖബറിനകത്ത് പോകും. ആ ഖബർ മുതൽ ഇനി നമ്മൾ മഹ്ശറിലേക്ക് പോകും. അപ്പൊ ഖബറിൽ നമുക്ക് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം? ഖബറിൽ നമുക്ക് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം? എല്ലാവരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകും ലാസ്റ്റ്. പിന്നെ നമ്മുടെ ഖബറിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇന്ന് പോകുന്ന പറഞ്ഞു പോയില്ല, നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ മയ്യിത ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫീ ഖബ്രി, ഒരു ദാസന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞ് എല്ലാവരും ആ ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങി പോകുമ്പോ ഇന്നഹു ലയസ്മഉ ഖഫഖൻ യാലിഹിം, ആ നടന്നു പോകുന്ന പാദത്തിന്റെ ചുവട്ടടികൾ, ആ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം പോലും ആ ഖബറാളി കേൾക്കുമത്രേ. മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കെല്ലാം കൊണ്ട് അടക്കി മണ്ണിട്ട് മൂടിയിട്ട് പോയാല് ഇനി ഒന്നും അറിയില്ലപ്പാ, ആരും ഒന്നും അറിയില്ല എന്നാണ് ഞാൻ നിങ്ങൾ ധരിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല. ആരാണ് മയ്യത്തിന്റെ അരികിൽ വന്ന് നിൽക്കുന്നതെന്ന് മയ്യത്തിനറിയാം. ആരാണ് ഈ മയ്യത്ത് ചുമക്കുന്നതെന്ന് മയ്യത്തിനറിയാം. ആരാണ് ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന് മയ്യത്തിനറിയാം. നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നൽ മയ്യിത യഅരിഫു മൻ യഹ്മിലുഹു വമൻ യുഗ്സിൽഹു വമൻ യുദല്ലിഹി ഫീ ഖബ്രിഹി.